നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ആശ്വാസ മഴ മാറിയിട്ടില്ല. ഇന്നലെ വൈകുന്നേരങ്ങളിലും ഇന്നലെ രാത്രിയൊക്കെ തന്നെ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ മഴ പെയ്തിട്ടുണ്ട്. ഇന്നും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇന്നലെ കേരളത്തിലെ വിവിധയിടങ്ങളിൽ മഴ പെയ്തിരുന്നു. ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ മഴ തുടരുന്നത് ഒരു ആശ്വാസം നൽകുന്നുണ്ട്. കാരണം ഫെബ്രുവരി തുടക്കത്തിലൊക്കെ തന്നെ ആദ്യ രണ്ടാഴ്ചകളിൽ വളരെ കഠിനമായിട്ടുള്ള ചൂടായിരുന്നു രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നത്. പല ഭാഗങ്ങളിലും ചൂട് മുന്നറിയിപ്പുകളും നൽകുന്നുണ്ടായിരുന്നു. അതിനാശ്വാസമായിട്ടാണ് ഇപ്പോൾ അവസാന ആഴ്ചയിലേക്ക് കടന്നപ്പോൾ മഴ പെയ്തു തുടങ്ങിയത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കുറഞ്ഞ് ചക്രവാത ചുഴിയായി മാറിയിട്ടുണ്ട്. നിലവിലിവ തെക്ക് കിഴക്കൻ ബംഗാൾ കടലിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉയരത്തിലായി സ്ഥിതി ചെയ്യുകയാണ്. സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മഴ വീണ്ടും ശക്തമാകുന്നത്. ഈ മഴയ്ക്കൊപ്പം തന്നെ ഇടിമിന്നലും അതുപോലെ തന്നെ കാറ്റിനുള്ള ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അടുത്ത മണിക്കൂറുകളിൽ തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. തെക്കൻ ജില്ലകൾക്ക് പുറമെ സംസ്ഥാനത്തെ മറ്റു ഭാഗങ്ങളിലും മഴ മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 10 ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ ജില്ലകളിലും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. ഈ ജില്ലകളിൽ ഗ്രീൻ അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. നാളെ, അതായത് 27-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ 8 ജില്ലകളിലാണ് ഗ്രീൻ അലേർട്ട് നൽകിയിരിക്കുന്നത്. ഫെബ്രുവരി 28-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലും ഗ്രീൻ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാർച്ച് 1-ന് ഗ്രീൻ അലേർട്ട് ഉള്ളത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ്. തെക്കൻ ജില്ലകളിൽ ഞായറാഴ്ച വരെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് 2 ആഴ്ചയോളം വരണ്ട കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കേണ്ടത്. അതായത് മാർച്ച് 1-ാം തീയതി കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള 2 ആഴ്ചയോളം ചൂട് കൂടാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. കേരളത്തിൽ ഈ മഴയോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ തന്നെ ആലപ്പുഴയിലും ഒരു പശു ഇടിമിന്നലേറ്റ് ചത്തിരുന്നു. അത് കരച്ചിൽ കേട്ട് നോക്കാനെത്തിയ ഗൃഹനാഥനും ഇത്തരത്തിൽ ഷോക്കേറ്റ് മരിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ ഒരേ സമയം മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടിമിന്നലുള്ള സമയത്ത് ജാഗ്രത ആവശ്യമാണ്. ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ തുറന്ന സ്ഥലങ്ങളിൽ ഇരിക്കുന്നതും മരങ്ങൾക്കിടയിൽ നിൽക്കുന്നതും ഒഴിവാക്കണം. ഇടിമിന്നൽ സമയത്ത് വീടിനുള്ളിൽ തന്നെ തുടരണമെന്നും വൈദ്യുതി ഉപകരണങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. ഇടിമിന്നലിൽ നിന്ന് സുരക്ഷിതമാക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാം. വൈദ്യുതി ഉപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി സർജ് പ്രൊട്ടക്ടർ ഘടിപ്പിക്കാം. മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ വരെ ചെയ്യാം. മിന്നലാഘാതമേറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഇല്ല എന്ന് മനസ്സിലാക്കണം. അതിനാൽ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മടിക്കരുത്. അന്തരീക്ഷം ഏകാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്.
മഴക്കാറ് കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കുവാനോ ഇറങ്ങാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം. ബംഗളൂരു നഗരവും കൊടും വേനലിന്റെ വക്കിലാണ്. അവിടെയും ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2026 മാർച്ച് മുതൽ സാധാരണയിൽ കൂടുതൽ താപനിലയും ഉഷ്ണതരംഗവും ഉണ്ടാകുമെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. IMDയുടെ പ്രവചനങ്ങൾ പ്രകാരം ബംഗളൂരിൽ വേനൽക്കാലം മാർച്ച് 1 ഔദ്യോഗികമായി ആരംഭിക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ താപനില ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇന്ന് രാവിലെ ബംഗളൂരിൽ താപനില 21 ഡിഗ്രി സെൽഷ്യസ് ആണ്. പുലർച്ചെയും ഈർപ്പത്തിന്റെ അളവ് 83%. നഗരം തെളിഞ്ഞ ആകാശത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. പകൽ ഭാഗികമായി വെയിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. പരമാവധി താപനില 32 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. കർണാടകയിൽ ഇതുവരെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സംസ്ഥാനമൊട്ടാകെ സാധാരണയിൽ കൂടുതൽ താപനില ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നും IMDയുടെ പ്രവചനം ഉണ്ട്. തീരദേശ മേഖലകളിലും താപനില ഉയരാനുള്ള സാധ്യതയുണ്ട്. 65 മുതൽ 75%. അതേസമയം കർണാടകയുടെ വടക്കൻ ഉൾപ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് കടുത്ത ഉഷ്ണതരംഗ സാധ്യത കൂടുതലായിരിക്കും. ഏതായാലും മഴ മുന്നറിയിപ്പുകൾ കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട്. കേരളത്തിൽ മാർച്ച് 1 തീയതി വരെ മഴ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പല ജില്ലകളിലും അലേർട്ടുണ്ട്. ഈ മഴയ്ക്കൊപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് മലയാളികൾ കൃത്യമായിട്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. ഒപ്പം തന്നെ 1 തീയതി കഴിഞ്ഞാൽ വരണ്ട കാലാവസ്ഥയ്ക്കുള്ള സാധ്യതയാണുള്ളത്. സാധാരണ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലൊക്കെ തന്നെ ചൂട് അധികമാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മഴ അന്തരീക്ഷം വിട്ടുകഴിഞ്ഞാൽ പിന്നീട് ചൂട് അധികമാകാനുള്ള സാധ്യതയും മുന്നറിയിപ്പിലുണ്ട്. ഏതായാലും ഏതൊക്കെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളതെങ്കിൽ ആ ജില്ലകൾ ജാഗ്രത പാലിക്കേണ്ടതാണ്.